നമുക്ക് ഈ വട്ടം ഒരു പെട്രോൾ വണ്ടിയും ഒരു ഇലക്ട്രിക് വണ്ടിയായിട്ടുള്ള കമ്പാരിസൺ ചെയ്യാം. ടി വി എസിന്റെ ഏറ്റവും പുതിയ മോഡൽ ജൂപ്പിറ്റർ 113cc അതേപോലെ തന്നെ ടി വി എസിന്റെ ഐക്യൂബിന്റെ എസ് എന്ന് പറയുന്ന വേരിയന്റുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യാൻ. അതായത് കസ്റ്റമർക്ക് എല്ലാവർക്കും പെട്രോൾ എടുത്താലാണോ ലാഭം, ഇല്ല EV എടുത്താലാണോ ലാഭം എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം നമുക്കൊരു കമ്പാരിസൺ ചെയ്യാം. ഞാൻ ഒരു വണ്ടിയുടെ ലാഭവും ഇതല്ല, ബെനിഫിറ്റ് എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏത് വണ്ടിയുടെ ഫീച്ചർ വൈസും ബെനിഫിറ്റ് വൈസും ഒരു കമ്പാരിസൺ ആണ്, അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അതിന്റെ ഒരു കമ്പാരിസൺ ആണ് പറയാൻ പോകുന്നത്. ഞാൻ ഒരു പ്രോഡക്റ്റും ഇത് നല്ലത് അത് നല്ലതല്ല പറയാൻ പോകുന്നത്, കമ്പാരിസൺ ആണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും നമ്മുടെ പ്രോഡക്റ്റ് രണ്ടും ടി വി എസ് എന്ന ബ്രാൻഡായ പ്രോഡക്റ്റിന്റെ ഒരു കമ്പാരിസൺ ആണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജൂപ്പിറ്റർ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ അതായത് ക്യൂട്ട്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി ഓവറോൾ നോക്കുമ്പോൾ ഒരു പിയാനോ ബ്ലാക്കിന്റെയും അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിന്റെയും അല്ലെങ്കിൽ അതിന്റെ ബോഡി ഗ്രാഫിക്സിന്റെയും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐക്യൂബിലോട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു ബോൾഡ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് അതിന് വലിയൊരു വൈസർ ആയാലും അതിന്റെ ഫ്രണ്ടിലെ ഒരു ഹെഡ്ലൈറ്റിന്റെ ഇത് പൊസിഷൻ ലാമ്പും കാര്യങ്ങളും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ബോൾഡ്നെസ് ആണ് നമുക്ക് അതിന് ഫീൽ ചെയ്യുന്നത്. ക്യൂട്ട്നെസ്സും ബോൾഡ്നെസ്സും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. നമുക്കിത് നോക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ തന്നെ ഫ്രണ്ട് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ രണ്ടിനും 12 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. രണ്ടിനും 12 ഇഞ്ചിന്റെ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. പെട്രോൾ ജൂപ്പിറ്ററിനകത്ത് വരുമ്പോഴത്തേക്ക് റോട്ടോ പെട്രോൾ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് EVക്കകത്ത് വരുമ്പോഴത്തേക്ക് 12 ഇഞ്ചിന്റെ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ഉള്ള അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ഉള്ള അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് റോട്ടോ പെട്രോൾ ഡിസ്ക് ബ്രേക്ക് ആണ് ജൂപ്പിറ്ററിന് കൊടുത്തെങ്കിൽ നമുക്ക് ഐക്യൂബിന് വരുന്ന റൗണ്ട് വെന്റിലേറ്റർ ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. അതിന് മേപ്പോട്ട് നോക്കുമ്പോൾ രണ്ടിന്റെയും ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിലെ മൾഗാർഡാണ്, രണ്ടിനും വൈഡ് ആയിട്ടുള്ള ഒരു മൾഗാർഡിലാണ് കൊടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ്, ബോഡി കർവ് എല്ലാം രണ്ടിന്റെ അകത്തുണ്ട്. അവിടെ നോക്കുമ്പോഴത്തേക്ക് ടെലിസ്കോപ്പ് സസ്പെൻഷൻ ആണ് രണ്ടിനും കൊടുത്തേക്കുന്നത്. ടെലിസ്കോപ്പ് സസ്പെൻഷൻ ആണ് ജൂപ്പിറ്ററും ഐക്യൂബിനും ടെലിസ്കോപ്പ് സസ്പെൻഷൻ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ മേലെ മൾഗാറിന്റെ മേപ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു പിയാനോ ബ്ലാക്ക് കളർ ഒരു ടച്ച് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻഫിനിറ്റി ലാമ്പ് LED ഇൻഫിനിറ്റി ലാമ്പ് ഒരു തിന്നായിട്ടുള്ള ഇൻഫിനിറ്റി ലാമ്പാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഒരു ഇൻഫിനിറ്റി ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഇൻഡിക്കേറ്റർ ഇൻഫിനിറ്റി ലാമ്പിന്റെ ഹെഡ്ലൈറ്റ് LED കൂടാതെ ഇൻഡിക്കേറ്ററും അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മേപ്പോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഇൻഫിനിറ്റി ലാമ്പിന്റെ മേപ്പോട്ട് കയറുമ്പോഴത്തേക്ക് അവിടെ ടി വി എസിന്റെ ലോഗോ, അതിന്റെ ഒരു സെൻട്രൽ ടി വി എസിന്റെ കുതിരയുടെ ലോഗോ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ബൾബോടുകൂടി LED ഹെഡ്ലൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്ത്. പിയാനോ ബ്ലാക്ക് കളറോട് സ്പോർട്ടി വൈസർ ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുകൂടാതെ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് കളേഴ്സ് മിറേഴ്സ് ആണ്. അതായത് ഇത്രയും കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു ക്യൂട്ട്നെസ് ആണ് നമുക്ക് ജൂപ്പിറ്റർ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഫീലിംഗ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ഐക്യൂബിനകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് തന്നെ നമ്മൾ ഐക്യൂബിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഐക്യൂബിനെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു ബോൾഡ്നെസ് ആ ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതിന്റെ ഒരു ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ തന്നെ വൈഡ് ആയിട്ടുള്ള വലിയൊരു ഹെഡ്ലൈറ്റ് ആണ്. അതിന്റെ ഫ്രണ്ട് പാനലിൽ ഒരു സൈഡിൽ തുടങ്ങി മറ്റേ സൈഡിൽ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള വൈഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. അതും LED ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ അകത്ത് ഹെഡ്ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് കൂടിയ സാധനങ്ങൾ അതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടുന്ന് മേപ്പോട്ട് വരുമ്പോഴത്തേക്ക് ടി വി എസിന്റെ ബ്രാൻഡിങ് സെൻട്രൽ ടി വി എസ് ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ഐക്യൂബിന്റെ ബാഡ്ജിങ്, ഐക്യൂബ് എന്നുള്ള ഇലക്ട്രിക് വണ്ടിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നോക്കുമ്പോൾ പിയാനോ ബ്ലാക്കിന്റെ തന്നെ ഒരു കോമ്പിനേഷൻ ഇതിന്റെ അകത്തും പ്രൊവൈഡ് ചെയ്തത്. ബോഡി കളർ വിത്ത് പിയാനോ ബ്ലാക്കിന്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മേപ്പോട്ട് നോക്കുമ്പോൾ മറ്റേതിനകത്ത് ഹെഡ്ലൈറ്റ് കണ്ട സ്ഥാനത്ത് ഇവിടെ പൊസിഷൻ ലാമ്പാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പൊസിഷൻ ലാമ്പോട് കൂടി വൈഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. സ്പോർട്ടി വൈസർ ആണെങ്കിൽ ഇവിടെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ ആണ് കൊടുത്തേക്കുന്നത്. ബോഡി കളേഴ്സ് മിറേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സിൽവറിന്റെ കളറോട് കൂടിയ ബ്രേക്ക് ലിവേഴ്സ് ആണ് വരുന്നത്. സിൽവർ കളർ ബ്രേക്ക് ലിവേഴ്സ് വരുന്നുണ്ട്. സിൽവർ കളറിന് തന്നെ ഡാംബിൾസും കമ്പനി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ജൂപ്പിറ്റർ നോക്കുമ്പോൾ ബ്ലാക്ക് കളറോട് കൂടിയ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സും ആണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ഡാംബിൾസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുമില്ല. പിന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഓവറോൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ഈ വീഡിയോക്കൊക്കെ മനസ്സിലാവും ഒരു ക്യൂട്ട്നെസ് ആണ് നമുക്ക് ജൂപ്പിറ്ററിന് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എല്ലാം കൊണ്ടും പിയാനോ കളർ ബ്ലാക്കും അല്ലെന്നുണ്ടെങ്കിൽ ബോഡിയുടെ സ്പോർട്ടി വൈസർ കൊണ്ടായാലും എല്ലാം കൊണ്ടും നോക്കുമ്പോഴത്തെ ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹെവി വണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഒരു ബോൾഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക്. കാരണം ഞാൻ പറഞ്ഞു ഹെഡ്ലൈറ്റിന്റെയും അല്ലെന്നുണ്ടെങ്കിൽ ആ സ്പോർട്ടി ബിഗ് ആയിട്ടുള്ള വൈസറിന്റെ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഹെവി വണ്ടി ഫീലിംഗ് ആണ് ഐക്യൂബിൽ നമുക്ക് കിട്ടുന്നത്. 3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് ജൂപ്പിറ്റർ കാണാനും ഫുള്ളി ഡീറ്റെയിൽ ആയിട്ടുള്ള 3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കാണാൻ കഴിയുമെങ്കിൽ അതിന്റെ അകത്ത് തന്നെ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ടി വി എസിനെ കണക്ടിവിറ്റി ആപ്പായി കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്മാർട്ട് കണക്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 60 ഫീച്ചേഴ്സ് ഇതിനകത്ത് കാണാൻ പറ്റും. ഐക്യൂബിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പോർട്ടി വൈസർ നമ്മൾ ഓൾറെഡി കണ്ടു. അതിന്റെ തൊട്ട് താഴെയായിട്ട്
7 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ ആണ് കാണാൻ കഴിയുന്നത്. 7 ഇഞ്ചിന്റെ ഒരു ബിഗ്ഗർ ഡിസ്പ്ലേ, അതായത് നമ്മൾ അവിടെ ക്യൂട്ട്നെസ് കൂടിയ ഒരു ചെറിയ ഡിസ്പ്ലേ ആണെങ്കിൽ ഇവിടെ ബോൾഡ്നെസ് കൂടിയ ഒരു ബിഗ്ഗർ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു വലിയ ഡിസ്പ്ലേ, അതിനകത്തും TVSന്റെ സ്മാർട്ട് കണക്ടിവിറ്റി ഉണ്ട്, അതിനകത്ത് മറ്റേതിനകത്ത് കിട്ടുന്ന അതേ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ കാണാം പെട്രോൾ ഇപ്പൊ ഉള്ള ബാറ്ററി ചാർജ് കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും, അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഡിസ്പ്ലേ തന്നെ കാണാൻ പറ്റും. ജൂപ്പിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സ്പോർട്ടി വൈസിന്റെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇന്റലിഗോ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. ഇന്റലിഗോ ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതിന് കൂട്ട് നമുക്ക് നമ്മൾ ജൂപ്പിറ്റർ ചെയ്ത വീഡിയോയ്ക്ക് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞതെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഇതിന്റെ അകത്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ ഐഡിയൽ ആയിട്ട്, അതായത് നമ്മൾ സിഗ്നലിലൊക്കെ പോയി വണ്ടി ഐഡിയൽ ആയിട്ട് ഒരു 20 സെക്കൻഡ് നേരെ നിൽക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഓട്ടോമാറ്റിക് എഞ്ചിൻ കട്ട് ഓഫ് ആയിരുന്ന ഒരു ഫംഗ്ഷൻ ഇതിന്റെ അകത്ത് വരുന്നത് ഇന്റലിഗോ എന്നാണ്. നമുക്ക് അതിനുശേഷം സിഗ്നൽ വീഴുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവുകയും അതിനുള്ള അത് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ നമ്മൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് അസിസ്റ്റന്റ്, അതായത് നമുക്ക് വോയിസ് മോഡ് ഓപ്പൺ ആവുകയും നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്താൽ വോയിസ് മോഡ് ഓപ്പൺ ആവുകയും നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മുടെ ആ വോയിസ് മോഡ് ഓപ്പൺ ആയിട്ട് നമുക്ക് പറയുകയാണ് നാവിഗേറ്റ് ടു ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ഫോണിന്റെ അകത്ത് നാവിഗേഷൻ ഓൺ ആയിട്ട് ആലപ്പുഴയ്ക്കുള്ള മാപ്പ് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഫോൺ തന്നെ ഡിക്റ്റേറ്റ് ചെയ്തെടുക്കും. ആ ഒരു ഫംഗ്ഷന് വേണ്ടി വോയിസ് മോഡ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇപ്പുറത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമാൻഡ് റൈറ്റ് സ്വിച്ചുകള്, ടേൺ ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതായത് 4 ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച്, ഇത്രയും കാര്യങ്ങൾ അതിന് നമുക്ക് ഒരു ക്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്തു. അവിടെ നിന്ന് തൊട്ട് താഴോട്ട് വെക്കുകയാണ് ഓൾ ഇൻ വൺ ലോക്ക്. ഓൾ ഇൻ വൺ ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ ടാങ്കിന്റെയും എഞ്ചിൻ ഓൺ ഓഫ് ചെയ്യുന്നതും സീറ്റ് തുറക്കുന്നതും എല്ലാം കൂടെ ഒറ്റ കീയിൽ തന്നെ ഓൾ ഇൻ വൺ ലോക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് നമുക്കൊരു ഇൻബിൽറ്റ് മൊബൈൽ ചാർജിങ്ങിന്റെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴോട്ട് വെക്കുകയാണെങ്കിൽ 2 ലിറ്ററിന്റെ 2 ലിറ്ററിന്റെ ഒരു സ്റ്റോറേജ് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാനുള്ള, അതായത് ഫ്രണ്ടിലാണ് ഇതിന്റെ പെട്രോൾ ടാങ്ക്, പെട്രോൾ ഫില്ല് ചെയ്യാനുള്ള ഒരു നോസ് ഫില്ല് ചെയ്യാനുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ താഴോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ ലെഗ് സ്പേസ് എന്ന് പറയുന്നത് 365 mm ആണ് ഇതിന്റെ ലെഗ് സ്പേസ്. അവിടെ നിന്ന് നേരെ മേപ്പോട്ട് വരികയാണെങ്കിൽ ഡുവൽ കളർ, വലിയ ഒരു ഡുവൽ കളർ വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റ്, അതായത് ബ്ലാക്കിന്റെയും ഗ്രേയുടെയും ഒരു കോമ്പിനേഷനോ കൂടിയ സിംഗിൾ സ്റ്റിച്ചഡ് ബിഗ്ഗർ സീറ്റ് ആണ് നമുക്ക് ഇതിന്റെ അത് വരുന്നത്. വലിയൊരു ലെങ്തി ആയിട്ടുള്ള സീറ്റ് ആണ് ഇതിന്റെ അത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സീറ്റിന് തൊട്ട് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് പിയാനോ ബ്ലാക്ക് കളറോട് ഗ്രാഫ് റെയിൽ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കീ നോക്കുകയാണെങ്കിൽ ഒരു ഫോൾഡബിൾ കീ ആണ് നമുക്ക് ഒരെണ്ണം വരുന്നത്, ഒരെണ്ണം നോർമൽ ടൈപ്പ് കീ ഫോൾഡബിൾ വരുന്നത്. അതേസമയത്ത് നമുക്ക് ജൂപ്പിറ്ററിന്റെ കീ നോക്കുകയാണെങ്കിൽ നോർമൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ കൂടിയ ഒരു കീ ആണ് ജൂപ്പിറ്ററിന് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഐക്യൂബിന്റെ സീറ്റ് വരുമ്പോൾ ഡുവൽ സ്റ്റിച്ചഡ്, അതായത് റെഡ് ഡുവൽ സ്റ്റിച്ചോട് കൂടിയ ഒരു വൈഡായിട്ട് തന്നെയുള്ള സീറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിന്റെ തൊട്ട് ബാക്കിൽ ബോഡി കളറിൽ ഒരു ഗ്രാഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് റെയിലെ തന്നെ ഒരു നമുക്ക് ഹാൻഡിൽ കൈക്ക് നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഗ്രിപ്പ്, റബ്ബർ ഗ്രിപ്പും ഓൾറെഡി അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും സീറ്റ് ഓൾമോസ്റ്റ് വൈഡ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സീറ്റ് തുറക്കുമ്പോഴത്തേക്ക് അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 32 ലിറ്റർ ആണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. അതിനകത്ത് നമുക്ക് ജൂപ്പിറ്ററിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ മൊബൈൽ ചാർജിനെ കണ്ടതെങ്കിൽ ഇതിന്റെ അകത്ത് അണ്ടർ സീറ്റിലാണ് മൊബൈൽ ചാർജിന്റെ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അണ്ടർ സീറ്റിൽ മൊബൈൽ ചാർജ് യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജൂപ്പിറ്ററിന്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈഡ് സീറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ സീറ്റ് തുറക്കുകയാണെങ്കിൽ 33 ലിറ്ററിന്റെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ആണ് ഇതിന്റെ അത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 33 ലിറ്ററിന്റെ വലിയൊരു ലെങ്ത് ആയിട്ടുള്ള അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് 2 ഹെൽമെറ്റ് വരെ വെക്കാൻ പറ്റുന്ന ഒരു ലെങ്തി ആയിട്ടുള്ള അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് ഇതിന്റെ അത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് സസ്പെൻഷൻ നോക്കുമ്പോഴത്തേക്ക് ഇതിന് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷൻ ആണ് ഇതിന് വരുന്നത്. 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷൻ ആണ് ഇതിന് വരുന്നത്. അതേപോലെ തന്നെ ജൂപ്പിറ്റർ നോക്കുമ്പോഴും ജൂപ്പിറ്ററിന് നമുക്ക് സെയിം തന്നെ 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷൻ ആണ് ജൂപ്പിറ്ററിനും വരുന്നത്. അതിന് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഐക്യൂബിന്റെ ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഹാഫ്ലി സർക്കിൾ ആയിട്ടുള്ള കെർവ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ആണ് അത്. അതും നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കണ്ട നമ്മൾ ബോൾഡ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ നിന്ന് കണ്ട രീതിയിൽ തന്നെ കൺവീറ്റ് ആയിട്ടുള്ള വലിയൊരു ടെയിലാമ്പ് വിത്ത് ഇൻഡിക്കേറ്റർ കൂടിയാണ്, അതായത് LED ടെയിലാമ്പ് വിത്ത് ഇൻഡിക്കേറ്റർ കൂടിയാണ്. പിന്നെ ബാക്ക് നോക്കുമ്പോൾ ഐക്യൂബിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റുന്നു. അതിന്റെ തൊട്ട് താപ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു റിഫ്ലക്ടർ, 2 സൈഡിലും റിഫ്ലക്ടറും അതേപോലെ താഴെയും നമ്മുടെ താഴത്തെ ബാക്കിലെ മഡ്ഫ്ലാപ്പിന്റെ താഴെയും ഒരു റിഫ്ലക്ട് കാണാം. അതേപോലെ നമ്മുടെ കാറിന്റെ അകത്തൊക്കെ കണ്ടേക്കുന്ന രീതിയിൽ തന്നെ ബാക്കിലെ നമ്പർ പ്ലേറ്റിന്റെ അവിടെ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി ഒരു ലൈറ്റ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനെ ചലിപ്പിക്കുന്നത്, അതായത് നമ്മുടെ ഈ ഐക്യൂബിനെ ചലിപ്പിക്കുന്നത് 3.4 കിലോ വാട്ടിന്റെ ഒരു ഹബ് മോട്ടർ ആണ് ഇതിനെ ചലിപ്പിക്കുന്നത്. അതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് ഡുവൽ ബാറ്ററി ആണ് വരുന്നത്. ഇതിന്റെ മോട്ടർ എന്ന് പറയുന്നത് 3.4 കിലോ വാട്ടിന്റെ ഒരു മോട്ടറാണ് വരുന്നത്. അതും ഹബ്, അതായത് ബാക്കിലെ ടയറിന്റെ ഫുൾ സൈസ് വരുന്ന ഒരു ഹബ് മോട്ടർ ആണ് വരുന്നത്.
പിന്നെ അതിന് ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ചാർജിങ് വരുമ്പോൾ ഇലൂമിനേഷൻ ലൈറ്റ് ഓൾറെഡി വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഇലൂമിനേറ്റഡ് ലൈറ്റ്, ബ്ലൂ കളറുള്ള ഇലൂമിനേറ്റ്, ടി വി എസിനും ഇലക്ട്രിക്കൽ ഇലൂമിനേറ്റഡ് ലൈറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ബോൾനെസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ് വരുന്നത്. സൈഡ് പാനൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂബിന്റെ ഒരു ബ്രാൻഡിങ്ങും, അതിന്റെ ഐക്യൂബ് ഇലക്ട്രിക്കൽ ബ്രാൻഡിങ്, അതുപോലെ വേരിയന്റിന്റെ നെയിമും ഇതിന്റെ അത് മെൻഷൻ ചെയ്തു. നമ്മള് ജൂപ്പിറ്റർ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി ഐക്യൂ നോക്കി ജൂപ്പിറ്റർ നോക്കുകയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്, അതിന്റെ കണ്ണീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് തന്നെ ഒരു കളർ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട്. അതിന്റെ ടി വി എസിന്റെ ബാഡ്ജിങ്, നമ്മുടെ മറ്റേതിന്റെ അകത്ത് ഐക്യൂബ് എന്നുള്ള ബാഡ്ജിങ് ആണ്, ഇതിന്റെ ടി വി എസ് ഉള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. ഇൻഫിനിറ്റി ലാമ്പിന് കണ്ണൂറ്റി ആയിട്ടാണ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അതിന്റെ അകത്ത് ഇൻഡിക്കേറ്റർ കൂടിയ ഇൻഫിനിറ്റി ലാമ്പ് കണ്ണൂറ്റി, ബാക്കോട്ട് വരുമ്പോൾ റിഫ്ലക്ടർ, ഒരു സ്പോട്ടി മഡ്ഗാർഡുമാണ് ഇതിന്റെ അകത്ത് വരുന്നത്. നമുക്ക് ബാക്കിലെ ടയർ 12 ഇഞ്ച് ടയർസ് തന്നെയാണ് വരുന്നത്. ദെൻ ഇതിന്റെ മഫ്ലർ, അതായത് നമ്മുടെ സൈലൻസർ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ കോമ്പിനേറ്റഡ് പ്ലേറ്റ് ആണ് വരുന്നത്. ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 113 cc വരുന്ന ഒരു എഞ്ചിനാണ് വരുന്നത്. 113 cc വരുന്ന പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പവർഫുൾ ആണ്. ഇതിന്റെ അകത്ത് ഇന്റലിഗോ ടെക്നോളജി ആഡ് ചെയ്തിട്ടുണ്ട്, ഐഗോ ടെക്നോളജി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചേറെ ഫീച്ചേഴ്സ് ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഇപ്പം നമ്മളിപ്പോ രണ്ട് വണ്ടിയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫീച്ചേഴ്സ് ഓറിയന്റഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് പെട്രോൾ വണ്ടിക്കാണ് കാണാൻ കഴിയുന്നത്. കാരണം വെച്ചാൽ ഐഗോ ഫെസിലിറ്റി വരുന്നുണ്ട്, അതേപോലെ ഇൻഡിഗോ ഫെസിലിറ്റി വരുന്നുണ്ട്, ഫോളോ മീ ലാംപ്സ് വരുന്നുണ്ട്, ഓട്ടോ കട്ട് ഓഫ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് ന്യൂ ജനറേഷൻ വണ്ടിയാണ് ജൂപ്പിറ്റർ വരുന്നത്. നമുക്ക് ഒരു ബോൾഡ് ഫീലിംഗ്, അതായത് നമുക്കൊരു കോമൺ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു EV വണ്ടിയാണ് നമ്മുടെ ഐക്യൂബ് എന്ന് പറഞ്ഞ വണ്ടി വരുന്നത്. അത് കൂടാതെ ഇതിന്റെ നമുക്ക് ലൈഫ് അല്ലെ വാറന്റി ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐക്യൂബിന് വരുമ്പോഴത്തെ ഇൻബിൽറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 3 ഇയർ അല്ലെന്നുണ്ടെങ്കിൽ 50,000 കിലോമീറ്ററിന്റെ ഒരു വാറന്റി കമ്പനി ഇതിനകത്ത് ഇൻബിൽറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ പെട്രോൾ ജൂപ്പിറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂപ്പിറ്ററിന്റെ അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ, വിച്ച് ഫസ്റ്റ്. ഇതിൽ 5 ഇയർ വാറന്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, 5 ഇയർ അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ഏതാണോ ആദ്യം വരുന്നത്. പക്ഷെ നമുക്ക് പെട്രോൾ വണ്ടിക്ക് വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ 5 വർഷം വാറന്റി കൊടുക്കും. പക്ഷെ EVക്കാണെന്നുണ്ടെങ്കിൽ കമ്പനി വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 5 വർഷത്തിന് മോട്ടറിനും അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിക്കും വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാം. 5 വർഷം 50,000 കിലോമീറ്റർ വരെ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻബിൽറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കൂടാതെ 5 വർഷം വരെ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ എല്ലാവരുടെ ഒരു സംശയം, കോസ്റ്റ് കൺസേൺ വരുമ്പോഴത്തേക്ക് ഏതായിരിക്കും ഏറ്റവും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നമുക്ക് വീട്ടിലെ കറണ്ട് ചാർജ് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ദിവസം ഫുൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 4-5 യൂണിറ്റ് കറണ്ട് ആണ് നമുക്ക് EVയുടെ ചിലവാകുന്നത്. നമുക്ക് അതിന്റെ ടോട്ടൽ മൈലേജ് 105 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. 105 കിലോമീറ്റർ നമ്മുടെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് 20 പൈസയാണ് നമുക്ക് 1 ലിറ്ററിന് കൺസപ്ഷൻ വരുന്നത്. 20 പൈസയാണ് നമുക്ക് 1 കിലോമീറ്ററിന് യൂസ് ചെയ്യാവുന്നത്. 20 പൈസ ആണെങ്കിൽ നമുക്ക് 1 കിലോമീറ്റർ EVക്കകത്ത് ഐക്യൂബിനെ തോടാൻ കഴിയും. അതേ രീതിയിൽ നമ്മൾ പെട്രോളിന്റെ അകത്ത് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് 65-70 കിലോമീറ്റർ മൈലേജ് എന്നുള്ള കൺസിഡറേഷൻ പോവുകയാണെങ്കിൽ നമുക്ക് 110 രൂപ എന്നുള്ള പെട്രോളിന്റെ കോസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 110 രൂപ എന്നുള്ള പെട്രോൾ കോസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ലിറ്റർ, അതായത് 1 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഏകദേശം 1 രൂപ 70 പൈസയാണ് നമുക്ക് പെട്രോൾ വണ്ടിക്ക് ചെലവാകുന്നത്. പെട്രോൾ വണ്ടിക്ക് 1 രൂപ 70 പൈസ ചെലവാകുന്ന സമയത്ത് നമുക്ക് EV വണ്ടിക്ക് വെറും 20 പൈസയാണ് ചെലവാകുന്നത്. ഓൾറെഡി കോസ്റ്റിന്റെ, അതായത് നമ്മൾ പറഞ്ഞല്ലോ പെട്രോളിന്റെയും EVയുടെയും കോസ്റ്റ് വെച്ചാൽ 20 പൈസയും 1 രൂപ 70 പൈസയെ കൺസിഡർ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ മെയിൻ്റെനൻസ് എന്നുള്ള ഒരു കോസ്റ്റ് ആണ് വരുന്നത്. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്രോൾ വണ്ടി 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക് വണ്ടിക്ക് വരുമ്പോഴത്തേക്ക് ഫ്രീ സർവീസ് എന്നുള്ള കൺസെപ്റ്റ് കമ്പനി ഇല്ല. എല്ലാ ഫസ്റ്റ് സർവീസ് തൊട്ട് പെയ്ഡ് സർവീസ് ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ് പെയ്ഡ് സർവീസ് നമുക്ക് ഒരു 500-600 രൂപ കോസ്റ്റ് വന്നാൽ നമുക്ക് ഈ പെട്രോൾ വണ്ടിക്ക് 3 ഫ്രീ സർവീസിന്റെ അകത്ത് സർവീസ് കോസ്റ്റ്, അതായത് സർവീസിന്റെ പേയ്മെന്റ് വരുന്നില്ല. എങ്കിലും ഓയിലിന്റെയും ഓയിൽസിന്റെയും കോസ്റ്റ് വരുമ്പോഴത്തേക്ക് 490 രൂപ എന്നുള്ള കോസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് പെട്രോൾ വണ്ടിക്ക് 1 വർഷം നമുക്ക് ഏകദേശം 3 ഫ്രീ സർവീസ് വരുന്ന സമയത്ത് EVക്കാണെങ്കിൽ 1 വർഷം വരുന്നത് 2 സർവീസ്, അതായത് ഓരോ 6000 കിലോമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഓരോ 6000 കിലോമീറ്റർ ആണ് സർവീസ് വരുന്നത്. ഓരോ 4000 കിലോമീറ്റർ ആണ് സർവീസ് വരുന്നത്, അല്ലെങ്കിൽ 6 മാസം. ഇത് 4000 കിലോമീറ്ററിന്റെ 6 മാസം 1 വർഷം 2 സർവീസ്. അപ്പൊ 2 സർവീസ് വരുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി 1000 രൂപ വരുന്ന സമയത്ത് നമുക്ക് പെട്രോൾ വണ്ടിക്ക് 3 സർവീസ് വരുമ്പോൾ 3ന്റെ അകത്തും ഓയിൽ ചേഞ്ചിന്റെ കൺസേൺ വരുമ്പോഴത്തേക്ക് 1500 രൂപയുടെ ഒരു കോസ്റ്റ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് എടുക്കുമ്പോൾ, അതായത് നമുക്ക് EV എടുക്കുമ്പോൾ സബ്സിഡി കഴിഞ്ഞ് നമുക്ക് പ്രസന്റ് കോസ്റ്റ് വെച്ച് EV എടുക്കുമ്പോൾ സബ്സിഡി കഴിഞ്ഞ് 1,68,000 രൂപ വരുന്ന സമയത്ത് പെട്രോൾ വണ്ടിക്ക് ആ സമയത്ത് ഇനിഷ്യൽ കോസ്റ്റ് വരുന്നത് 1,17,000 രൂപയുടെ ഒരു കോസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് അവിടെ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 40 അല്ലെങ്കിൽ 45 രൂപയുടെ ഒരു
ഡിഫറൻസ് പെട്രോളും ഇ വി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇ വിക്ക് 45 രൂപ കൂടുതലാണ് വരുന്നത്, 45,000 രൂപ കൂടുതലാണ് വരുന്നത്. പെട്രോളിനെ സംബന്ധിച്ച് 1,17,000 രൂപയ്ക്ക് കിട്ടുന്ന വണ്ടി 1,68,000 രൂപയ്ക്കായിരിക്കും ഇ വി വരുന്നത്. അവിടെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഒരു 45,000 രൂപയുടെ ഡിഫറൻസ് ആദ്യം തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഓരോ വർഷം സർവീസിന്റെ അകത്ത് ഒരു 500 രൂപയുടെ ഒരു വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ പോകെ പെട്രോൾ വണ്ടി പോകെ ഫ്രീ സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ ഓരോ സർവീസിന്റെ അകത്തും സർവീസ് കോസ്റ്റ് കൂടെ ആഡ് ആവുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി നമ്മൾ ഇ വിക്ക് ആവുന്നെങ്കിൽ ഫസ്റ്റ് സർവീസ് തൊട്ട് പെയ്ഡ് സർവീസ് വരുന്നത് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് പെട്രോൾ വണ്ടിക്ക് പെയ്ഡ് സർവീസ് വരും. വീണ്ടും ലേബറിന്റെ അകത്തൊരു 500 രൂപയുടെ കോസ്റ്റ് അതിനകത്ത് അഡീഷണൽ ആടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ പെട്രോൾ വണ്ടിക്ക് ഒരു വർഷം സർവീസ് വരുമ്പോഴത്തേക്ക് 1000 രൂപ വെച്ച് ഏകദേശം 3000 രൂപയുടെ ഒരു കോസ്റ്റ് വരുന്ന സമയത്ത് 1000 രൂപയുടെ നമുക്ക് 500 രൂപ വെച്ച് അപ്രോക്സിമേറ്റ്ലി 1000 രൂപയുടെ ഒരു കോസ്റ്റ് ആണ് വരുന്നത്. 2000 രൂപ നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ സർവീസിന്റെ അകത്ത് കോസ്റ്റ് നമുക്ക് പെട്രോൾ വണ്ടിക്ക് കൂടുന്നുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ 45,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് പെട്രോൾ വണ്ടിക്കകത്ത് ആ 45,000 രൂപ സേവ് ആണ്. അപ്പം നമുക്ക് ഒരു വർഷം 2000 രൂപയുടെ പെട്രോൾ എക്സ്പെൻസ് വന്നാലും നമുക്ക് പെട്രോൾ വണ്ടിക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും പ്രസന്റ്. പിന്നെ ഞാൻ വീണ്ടും ഒരു സജഷൻ പറയുകയാണ്. കാരണം വെച്ചാല് നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഡെയിലി ഒരു 100 കിലോമീറ്റർ ടോട്ടൽ ഡ്രൈവ് ഉള്ളവർക്കാണെങ്കിൽ ഇ വി ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം വെച്ചാൽ 100 കിലോമീറ്റർ ഓപ്ഷൻ ഉള്ളവർക്ക് അപ്പ് ആൻഡ് ഡൗൺ, അപ്പൊ നമുക്ക് ഒരു ദിവസം 100 കിലോമീറ്റർ ഓട്ടോ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 20 പൈസയെ ഒരു കിലോമീറ്ററിന് വരുള്ളൂ. അതേ സമയത്ത് പെട്രോൾ വണ്ടിക്ക് 100 കിലോമീറ്റർ ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലിറ്ററിന് അല്ലെ 2 ലിറ്റർ 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് 200 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കേണ്ടത്. 100 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു ഏകദേശം 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരുന്ന സമയത്ത് ഇതിന്റെ അകത്ത് നമുക്കൊരു 10 രൂപയ്ക്ക് ഫുൾ ചാർജ് അല്ലെങ്കിൽ 12 രൂപയ്ക്ക് ഫുൾ ചാർജ് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ദിവസത്തെ കിലോമീറ്റർ ഫുള്ള് 100 രൂപയ്ക്ക് കവർ ചെയ്യാൻ പറ്റും. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 113 cc ഒരു സഡൻ പിക്കപ്പും പെർഫോമൻസും കിട്ടുമ്പോൾ ഇതിന്റെ അകത്ത് 2 മോഡാണ് വരുന്നത്. എക്കണോമി മോഡ് വരുന്നുണ്ട്, പവർ മോഡും വരുന്നുണ്ട്. എക്കണോമി മോഡ് ഇട്ടാൽ നമുക്ക് വണ്ടിക്ക് 105 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന സമയത്ത് പവർ മോഡിലോട്ട് മാറുമ്പോഴത്തേക്ക് റേഞ്ച് നമുക്ക് 105 ഏകദേശം ഒരു 85-90 കുറയുന്ന കാണാം. അപ്പം ഇതിന്റെ അകത്ത് പവർ മോഡും വരുന്നുണ്ട്. പവർ മോഡ് ഇപ്പൊ പെർഫോമൻസ് കിട്ടണമെങ്കിൽ നമുക്ക് പവർ മോഡ് കിട്ടാത്തതാണ് നമുക്ക് വണ്ടിക്ക് പെർഫോമൻസ് കിട്ടുള്ളൂ. വണ്ടിയുടെ ഒരു പിക്കപ്പും അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് റൈഡിങ് കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ പവർ മോഡ് ചെയ്യണം. ബട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഓൾറെഡി 113 cc ആയതുകൊണ്ട് നമുക്ക് 40 കിലോമീറ്റർ പോയാലും അല്ലെങ്കിൽ 50 കിലോമീറ്റർ പോയാലും വണ്ടിക്ക് ഒരു പെർഫോമൻസും സ്റ്റെബിലിറ്റി ഇതിന്റെ അകത്ത് കൊണ്ട്. വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐക്യൂവിന് വരുമ്പോൾ 118 കിലോ ആണ് നമുക്ക് ഓവറോൾ വെയിറ്റ് വരുന്നത്. വണ്ടിക്ക് ഓവറോൾ വെയിറ്റ് 118 കിലോ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യും. ബട്ട് നമുക്ക് പെട്രോൾ ജൂപ്പിറ്റർ നോക്കുകയാണെങ്കിൽ 106 കിലോ ആണ് വെയിറ്റ് വരുന്നത്. നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലേഡീസ് ഉൾപ്പെടെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഐക്യൂവിന്റെ എടുക്കുമ്പോൾ നമുക്ക് നോക്കി തന്നെ നമുക്ക് അതിനെ കുറച്ച് ഹെവി ആയിട്ട്, അതായത് ഞാൻ പറഞ്ഞു ബോൾഡ്നെസ് ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞു, കുറച്ച് ഹെവി നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബോഡി ഫൈബർ ബോഡി ആയിട്ട് പോലും 118 കിലോ വരുന്നുണ്ട്. ബിക്കോസ് ഇതിന്റെ അകത്ത് വരുന്ന ബാറ്ററിയുടെ വെയിറ്റ് ആണ് അതിനകത്ത് വരുന്നത്. ആ ബാറ്ററിയുടെ വെയിറ്റ് ആണ് ആ വണ്ടിക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതെന്ന് പറയാം. കാരണം വെച്ചാൽ വണ്ടിയുടെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത് അതിന്റെ ബാറ്ററി വെയിറ്റോട് ചേർന്നാണ് വണ്ടി ബോഡി വെയിറ്റ് സ്റ്റെബിലിറ്റി ചെയ്യുന്നത് 118 കിലോയുടെ. അതേ സമയത്ത് ഇതിന്റെ അകത്ത് വരുമ്പോഴത്തേക്ക് 106 കിലോയുടെ ഒരു വെയിറ്റ് ആണ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. കാരണം ലേഡീസിന് കുറച്ച് വെയിറ്റ് കുറവുള്ള ഫീൽ ചെയ്യുന്നു, അതും ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. കാരണം ഇതിന്റെ ബോഡി ബാലൻസിംഗ് ടെക്നോളജി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് മെറ്റൽ ബോഡി ഉൾപ്പെടെ വന്നിട്ടും 106 കിലോയുടെ ഒരു വെയിറ്റ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് നോക്കിയാലും ഈക്വൽ ടു രണ്ടിനകത്തും പെർഫോമൻസ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ പവർ മോഡ് ഇട്ടാൽ നമുക്ക് പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഒരേ ഫീലിംഗ് നമുക്ക് ഈ ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോഴും കിട്ടും. അതേപോലെ തന്നെ പെർഫോമൻസ് നോക്കിയാലും രണ്ടും ഇതാണ്. മൈലേജ് നോക്കിയാലും ഞാൻ നിങ്ങളുടെ എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു 100 കിലോമീറ്റർ യൂസേജ് ഉള്ളവർക്ക് ഇലക്ട്രിക് വണ്ടി ആയിരിക്കും ബെറ്റർ. അല്ല നമുക്ക് 100 കിലോമീറ്റർ കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇലക്ട്രിക് വണ്ടി പ്രിഫർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 to 4 മണിക്കൂർ ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് 100 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും പോകാം. അത്രയും ടൈം നമുക്ക് എപ്പോഴും ഇതിന് ചാർജിങ്ങിന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ ചാർജ് ചെയ്ത് പോകാന്നുള്ളത് പോസിബിൾ അല്ല. ബട്ട് നമുക്ക് പെട്രോൾ വണ്ടിയാണെങ്കിൽ നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് യൂസേജ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് പെട്രോൾ തീർന്നാൽ റീഫില്ല് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിന്റെ ഒരു, ഞാൻ ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഇതൊരു കമ്പാരിസൺ ആണ്, അല്ലാതെ ഒരിക്കലും ഇത് വണ്ടി ഏതെടുക്കണം എന്നുള്ള ഒരു സജഷൻ അല്ല. എങ്കിലും ഞാൻ ഇതിന്റെ ടൈലന്റ് ആയിട്ട് പറയുന്നത് നമുക്ക് ഓട്ടം കൂടുതലുള്ളവർക്ക് പെട്രോൾ വണ്ടിയും ഓട്ടം കുറവുള്ളവർക്ക് ഇലക്ട്രിക് വണ്ടി ആയിരിക്കും. ഞാൻ അതിന് കാരണം പറയുന്നത് നമുക്ക് ഡെയിലി യൂസിന് നമുക്കൊരു 100 കിലോമീറ്റർ താഴെ ഓട്ടം ഉള്ളവർക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, അതായത് നമുക്ക് 1 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി 20 പൈസ എന്നുള്ള കോസ്റ്റ് മാത്രമേ വരുള്ളൂ. 20 കിലോമീറ്റർ അല്ല. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക്
ഡെയിലി 100 കിലോമീറ്റർ താഴെയുള്ളവർക്ക് 100% പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വണ്ടി ഇലക്ട്രിക് വണ്ടി ആയിരിക്കും പ്രിഫർ ചെയ്യാം. മേ ബി 100 കിലോമീറ്റർ മേലിൽ ഓട്ടം ഉള്ളവർക്കും നമുക്കൊരു ടൈം എപ്പോഴും ബോണ്ടഡ് ആയിട്ട് നോക്കുന്നവർക്കും എപ്പോഴും മറ്റത് ഇലക്ട്രിക് വണ്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ടൈം ബോണ്ടായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുന്നത് എപ്പോഴും നമുക്കൊരു കൺസേൺ ആണ്. അപ്പം അങ്ങനെ 100 കിലോമീറ്റർ മേളിൽ ഓട്ടം ഉള്ളവർക്കും അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ടൈം എപ്പോഴും കൺസിഡർ ആകുന്നവർക്കും ഏറ്റവും യൂസ്ഫുൾ ആയ വണ്ടി പെട്രോൾ ആയിരിക്കും. ബിക്കോസ് നമുക്ക് എവിടെ പെട്രോൾ തീർന്നാലും നമുക്ക് അവിടെ നിന്ന് റീഫില്ല് ചെയ്ത് ഓടിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഓടാനുള്ള ഒരു ഫെസിലിറ്റിയും നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നുണ്ട് പെട്രോൾ വണ്ടിക്കകത്ത്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഏത് വണ്ടി പെട്രോൾ വേണോ ഇലക്ട്രിക് വേണോ എന്നുള്ളത് ഡിസിഷൻ നിങ്ങൾ രണ്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം മാത്രം തീരുമാനിക്കുക. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യുക. സൈനിങ് ഓഫ് മുകേഷ്.